ത്തേക്ക് ഏറ്റവും അല്ലേ എന്താണ് എല്ലാവർക്കും പറയാനുള്ളത് എന്താണ് ചൂട് കൂടുതൽ ഇല്ലേ നമുക്ക് സ്കിന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ അത് നമുക്ക് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളുണ്ട് നമുക്ക്. അപ്പൊ അതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമുക്കൊരു സൺസ്ക്രീൻ ആവശ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ, ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഒരു സൺസ്ക്രീൻ ആവശ്യമായിട്ട് വരുന്നത് എപ്പോഴാന്ന് വെച്ചാല് എന്താണ് നമുക്ക് പ്രധാനമായിട്ടും എങ്ങനെയാണ് സണ്ണിന്റെ റേസിൽ നിന്ന് അൾട്രാ വയലറ്റ് റേസിൽ നിന്ന് നമുക്ക് ആ റേഡിയേഷനിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം. അപ്പൊ സൺ പ്രൊട്ടക്ഷൻ ആണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്കൊരു സൺസ്ക്രീൻ ആവശ്യമാണ്. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അടുത്തായിട്ട് എന്താണ് നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ, അതായത് സണ്ണിന്റെ അൾട്രാ വയലറ്റ് രശ്മി മൂലം, രശ്മികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് UVA റേസ് ഉണ്ട്, UVB റേസ് ഉണ്ട്, UVC റേസ് ഉണ്ട്. അപ്പൊ ഈ റേസ് മൂലം കുറെ പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകും. അപ്പൊ അതിനെല്ലാം പ്രശ്നങ്ങളെ പരിഹരിക്കണം. പിന്നെ അടുത്ത എന്താണ് സൺബേൺ, നല്ല സ്പോട്ടുകൾ മുഖത്ത് ചെറിയ ചെറിയ എന്താണ് കറുത്ത സ്പോട്ടുകൾ ഉണ്ടാവും, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവാം, സ്കിൻ ക്യാൻസർ. അപ്പൊ ഇതിനെല്ലാം ഭീകരമാണ് എന്ത് സ്കിൻ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ പതിക്കുമ്പോഴത്തേക്കും ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻ പതിക്കുന്നത് മൂലം നമുക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ്. ചില ആളുകൾ നേരത്തെ ഏജ് ആവും, പ്രിമാച്ചുർ ഏജിങ് എന്ന് പറയും. പ്രായം ചിലപ്പോൾ ഒരു 40 വയസ്സൊക്കെ ആയിരിക്കും, പക്ഷെ എന്താണ് അവരുടെ സ്കിന്ന് കാണുമ്പം ഒരു 60 വയസ്സിലോട്ട് പോകും. അപ്പൊ അങ്ങനെയുള്ള കുറേ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ UV റേസ് മൂലം നമ്മുടെ സ്കിന്നിൽ സംഭവിക്കും. അപ്പൊ ഇന്നത്തെ ക്ലൈമറ്റ് ഇപ്പം നമുക്കറിയാം അതിഭയങ്കരമായ വെയിലാണ് അല്ലേ. ഈ എന്താണ് ജോലി സമയം വരെ ആളുകളുടെ പുനഃക്രമീകരിച്ചിട്ടുണ്ട് അല്ലേ. 10 മണി മുതൽ 4 മണി വരെയൊക്കെ ആൾക്കാർ പുറത്തിറങ്ങാൻ പാടില്ലെന്ന്. പക്ഷെ അത് നടക്കുന്ന കാര്യമാണോ? ഒരിക്കലും അല്ല അല്ലേ. നമുക്ക് പുറത്തു പോകാതിരിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഈ UV റേസ് മൂലം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ എന്താണ്, നമുക്ക് കരുവാളിപ്പ് ഉണ്ടാവും, സൺ ടാൻ ഉണ്ടാവും, സൺ ബേൺ പൊള്ളുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം UVA റേസും UVB റേസും വളരെ ഹാംഫുൾ ആണ്. അപ്പൊ നമ്മുടെ സ്കിന്നിൽ പുറമേ പതിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, UVB റേസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർ ലെയറിൽ പതിക്കുമ്പോഴത്തേക്കും നമുക്ക് സൺ ബേൺ ആണ് ഉണ്ടാകുന്നത്, പൊള്ളലേൽക്ക്. നമുക്കൊരു ഇതാണ് വെയിലടിക്കുമ്പോ നിങ്ങൾക്ക് എന്തോ തോന്നുന്നേ, ചൂട് അടിക്കത്തില്ലേ. അപ്പൊ ആ ബേണിങ് അതിന്റെ തീവ്രത കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്കിന്നിനുള്ളിലേക്ക് പോകും, സ്കിന്നിനുള്ളിൽ ചെന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ സ്കിൻ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ എന്താണ് നമ്മുടെ കൊളാജൻ ഇലാസ്റ്റിൻ ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ പ്രോട്ടീൻ ആണ് എന്ത്, പ്രോട്ടീൻ ഘടകങ്ങളാണ് എന്ത് ഈ കൊളാജൻ ഇലാസ്റ്റിൻ എന്നൊക്കെ പറയുന്നത്. അതാണ് സ്കിന്നിന് നല്ല സ്ട്രക്ചർ തരുന്നത്. അപ്പോൾ ആ സ്ട്രക്ചറിനൊക്കെ പ്രശ്നം വരുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് സാഗിങ്, സ്കിൻ തൂങ്ങുക എന്ന് പറയും. അപ്പൊ ആ ഒരു ഘടന നഷ്ടപ്പെടും. അതിപ്പോ ഫേസിലെ സ്കിന്നിൽ മാത്രമല്ല നമ്മുടെ ബോണിലായാലും എല്ലാം പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ സൺഗ്ലാസ് വരെ വെച്ച് വേണം നമ്മൾ പുറത്തേക്ക് പോകാനെന്ന് പറയും. അത്രയ്ക്ക് തീവ്ര രശ്മികളാണ് എന്ത് ഈ അൾട്രാ വയലറ്റ് റേസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ആ യെസ് യെസ്. അപ്പൊ ഈ UVA റേസും B റേസും നമ്മുടെ സ്കിന്നിന് വളരെ ഹാർംഫുൾ ആണ്. അപ്പൊ നമുക്കൊരു SPF എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് SPF-നെ കുറിച്ച് മനസ്സിലാക്കാം. SPF എന്ന് പറഞ്ഞാൽ ഒരു മെഷറാണ്, ഒരു അളവാണ്. നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ് SPF-ന് പറയുന്നത്. ഒറ്റ വാക്കിൽ എന്താണ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. അപ്പൊ അതൊരു അളവാണ്. എത്ര അളവില് നമ്മുടെ സ്കിന്നില് ഈ UV റേസ് പതിക്കാതെ ഈ ക്രീമുകൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ SPF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല SPF-ലും ഒരളവുണ്ടാവും. ഇപ്പൊ 10, 15, 30, 50 എന്നൊക്കെ ചിലപ്പോൾ അളവുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ശരിക്കും നമുക്ക് അതിന്റെ അളവുകൾ എന്തിനാണ് നമുക്ക് അത് പ്രയോജനപ്പെടുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യും, കൂടിയ അക്കം നല്ലതായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യും, നമ്മൾ ഏറ്റവും കൂടിയത് വാങ്ങാനായിട്ട് ശ്രമിക്കും. അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കണം, SPF 15 എന്ന് പറഞ്ഞാൽ 15 എന്ന് പറഞ്ഞാൽ 93% പ്രൊട്ടക്ഷനാണ് UV റേസിൽ നിന്ന് നമുക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ എന്താണ് 93%. പക്ഷെ SPF 30 എന്ന് പറഞ്ഞാൽ 97% പ്രൊട്ടക്ഷൻ UVA റേസിൽ നിന്നും B റേസിൽ നിന്നും നമ്മുടെ സ്കിന്നിന് തരും. അടുത്തത് SPF 50 എന്ന് പറഞ്ഞാൽ 98% പ്രൊട്ടക്ഷനാണ് തരുന്നത്.
ഇപ്പൊ മനസ്സിലായോ? 15, 30, 50 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ അക്കങ്ങൾ മെഷർ ചെയ്യും നമുക്ക് എത്രമാത്രം പ്രൊട്ടക്ഷൻ ഒരു SPF പ്രോഡക്റ്റ് നൽകുമെന്നുള്ളത്. പിന്നെ ചിലതിൽ നോക്കുമ്പോൾ PA എന്ന് കാണും, SPF PA എന്നുള്ളതാണ്. ഇപ്പൊ PA എന്ന് പറഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ ഗ്രേഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ പ്രൊട്ടക്ഷൻ ഗ്രേഡിൽ ഇപ്പൊ നമുക്ക് തന്നെ 2-3 പ്രോഡക്റ്റ് ഉണ്ട്, അതിൽ PA പ്ലസ് 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 എന്നൊക്കെ കൊടുത്തിരിക്കും. അപ്പൊ PA+ എന്ന് പറഞ്ഞാല് കുറച്ച് സംരക്ഷണം സ്കിന്നിന്റെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് നമുക്ക് തരും. ഇനി 2+ PA++ എന്ന് പറഞ്ഞു വന്നാൽ എന്താണ്? മോഡറേറ്റ് പ്രൊട്ടക്ഷൻ, കുറച്ചുകൂടെ നമുക്ക് എന്താണ് UV റേസിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ള പ്രൊട്ടക്ഷൻ സ്കിന്നിന് തരും. അതേസമയം 3 പ്രൊട്ടക്ഷൻ ഉള്ള ഒരു SPF, ഇപ്പൊ നമ്മുടെ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ 3+ ആണ്. SPF എന്താണ്? PA+++. 3+ ഉള്ള പ്രോഡക്റ്റ് തരുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഹൈ പ്രൊട്ടക്ഷൻ ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് PA++++, 4+ ഉള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ അത് തരുന്നതെന്ന് പറഞ്ഞാൽ വെരി ഹൈ പ്രൊട്ടക്ഷൻ. അപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്താണ് ഒരു SPF എന്ന് പറഞ്ഞാൽ? നമ്മുടെ സ്കിന്നിന് എന്താണ്? ഒരു സൺസ്ക്രീൻ UV റേസിൽ നിന്ന്, അതായത് UVA റേസിൽ നിന്നും UVB റേസിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നതിന്റെ അളവുകോലാണ് SPF എന്ന് പറയുന്നത്. PA എന്ന് പറയുന്നത് എത്രമാത്രം പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിന് ആ പ്രോഡക്റ്റ് തരുന്നു എന്നതിന്റെ ഒരു എന്താണ്? ഗ്രേഡാണ്, ഒരു മെഷറാണ്. പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താണ്? അപ്പൊ നമുക്ക് സൺസ്ക്രീൻ ഇന്നത്തെ കാലത്ത് ആവശ്യകതയൊക്കെ മനസ്സിലായി. പ്രിമാച്ചുർ ഏജിങ്, പെട്ടെന്ന് എന്താണ് ഏജ് പ്രത്യക്ഷപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ഈ അൺഈവൻ സ്കിൻ ടോൺ, ചിലപ്പോൾ വെയിലടിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു കളറ് ഇവിടെ ഒരു കളറ് അങ്ങനെ അൺഈവൻ ആയിരിക്കും. അപ്പൊ എന്താണ്? നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈവൻ ആകാനായിട്ട് സഹായിക്കും. നമുക്ക് ഉണ്ടായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും. ഇനി മേലില് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും നമ്മുടെ സൺസ്ക്രീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ സൺസ്ക്രീനെ കുറിച്ച് ഒരു ആമുഖമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? സാഗിങ്ങിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കും, സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് വെയിൽ കൊണ്ടുണ്ടാകുന്ന സ്പോട്ടുകളൊക്കെ വരും, ആദ്യമേ ചെറിയ പുള്ളി കുത്തുകളായിട്ടായിരിക്കും നമ്മുടെ സ്കിന്നിൽ വരുന്നത്, അതാണ് സ്റ്റാർട്ടിങ്. പിന്നെ എന്താണ്? വലിയ വലിയ പാടുകളായിട്ട് പ്രത്യക്ഷപ്പെടും, ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും, മെലാസ്മ വരും. അതുപോലെ തന്നെ എന്താണ്? നമ്മൾ കാര്യമാക്കത്തില്ല, അവിടെയൊന്നും പിടിക്കാതെ വെയിലത്ത് പോകും, സൺസ്ക്രീൻ ഇടാതെ പോകും. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസമല്ല ഉണ്ടാകുന്നത്, പയ്യെ പയ്യെ ആയിരിക്കും ഉണ്ടാകുന്നത്. നല്ല ക്ലൗഡി ആയിട്ടുള്ള ഒരു എന്താണ് ഒരു അന്തരീക്ഷത്തിൽ പോലും നമ്മൾ ഒരു SPF ഇടേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ കമ്പനിയിൽ 2 തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്കുള്ളത്. നമുക്ക് ശ്ലോക കാറ്റഗറിയിൽ നേരത്തെ ഉള്ള 2 പ്രോഡക്റ്റ് ഉണ്ട്. ഞാൻ വീണ്ടും ഞാൻ പെട്ടെന്ന് പറയുകയാണ്. അപ്പൊ SPF 30 എന്ന് പറഞ്ഞ് നമുക്ക് PA+++, അതായത് നല്ലൊരു പ്രൊട്ടക്ഷൻ UVA റേസിൽ നിന്നും B റേസിൽ നിന്നും നൽകുന്ന പ്രോഡക്റ്റ് ആണ്. ശ്ലോക കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. SPF 30 ആണ്. അതായത് നമുക്കൊരു 300 മിനിറ്റ് പ്രൊട്ടക്ഷൻ, അതൊരു 5 മണിക്കൂർ നേരം നമുക്ക് സംരക്ഷണം നൽകുന്നു. ഇതിൽ നമുക്ക് സിങ്ക് ഓക്സൈഡ്, അതുപോലെ തന്നെ ടൈറ്റാനിയം ഡയോക്സൈഡ് ഒക്കെ പോലെ നമ്മുടെ സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ഗോർട്ടിക്കോള എന്ന് പറഞ്ഞാൽ കൊടങ്ങല്, കുക്കുംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളരിക്ക. അപ്പൊ അത് സ്കിന്നിനെ എന്ത് ചെയ്യും? സൂത്തൻ ചെയ്യാനായിട്ട് സഹായിക്കും, ഉണ്ടായ പ്രശ്നങ്ങളെ പരിഹരിക്കും, ഇനി മേലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും സഹായിക്കുന്ന 3+ ഉണ്ട്. അതായത് എന്താണ്? നല്ലൊരു പ്രൊട്ടക്ഷൻ, ഹൈ പ്രൊട്ടക്ഷൻ തരുന്ന, വെരി ഹൈ അല്ല, ഹൈ പ്രൊട്ടക്ഷൻ തരുന്ന ഉൽപ്പന്നമാണ്. നമുക്ക് എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ എന്താണ്? കറ്റാർ വാഴയുടെ ആ സംഭവം, കറ്റാർ വാഴയും കൂടെ അടങ്ങിയ പ്രോഡക്റ്റ് ആണ് SPF 30. എത്ര മിനിറ്റ് ആണ്? 300 മിനിറ്റ്, ഒരു 5 മണിക്കൂർ കൂടുതൽ പ്രൊട്ടക്ഷൻ തരും. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ SPF 50. അതുകൊണ്ട് PA+++. വൈറ്റമിൻ ഇയും കംഫ്രേ എന്ന് പറഞ്ഞ പൂക്കൾ. വൈറ്റമിൻ ഇ നമുക്കറിയാം നല്ലൊരു മികച്ച ഒരു ആന്റി ഓക്സിഡന്റ് ആണ് സ്കിന്നിന്. അതുകൂടാതെ കറ്റാർ വാഴ അടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 8 മണിക്കൂർ സംരക്ഷണം തരുന്നതാണ് ഈ SPF 50 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പഠിക്കാതെ പോകരുത്. അർബൻ കളർ ലണ്ടനിൽ വരുന്ന പ്രോഡക്റ്റ് ആണ്. ബീറ്റ് ദ സൺ
വിത്ത് 48 hours ഹൈഡ്രേഷൻ. പുതിയ SPF പ്രോഡക്റ്റ്. ഇത് കണ്ടോ നിങ്ങൾ? 4+ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്താണ്? UVA റേസിൽ നിന്നും ബി റേസിൽ നിന്നും വെരി ഹൈ പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ നൽകുന്നത്. അപ്പം മറ്റേ പ്രോഡക്റ്റിനേക്കാൾ എന്താണ് സൂപ്പർ ആണ് ഈ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും നല്ല പ്രോഡക്റ്റ് ആണ് ഇതെന്ന്. ഇത് നമ്മുടെ എന്താണ് ചില സൺസ്ക്രീൻ ഒക്കെ ഇടുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ള പൂശിയത് കണക്കിരിക്കും സൺസ്ക്രീൻ എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ. ഇത് അങ്ങനെയൊന്നും ഉണ്ടാക്കാത്ത നോൺ സ്റ്റിക്കി ആയിട്ടുള്ള, അത് 3 പ്രോഡക്റ്റ് അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒട്ടിപ്പിടിക്കത്തില്ല, നോൺ ഗ്രീസി ആയിട്ടുള്ള ഒരു ഫോർമുലയിലുള്ളതാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ഈ 3 പ്രോഡക്റ്റും സൂട്ടബിൾ ആണ്. ഏറ്റവും സൂപ്പർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത് പറയുന്ന ഉൽപ്പന്നമാണ്. ഇത് അർബൻ കളർ ലണ്ടനിലാണ് വരുന്നത്. ഇത് 48 മണിക്കൂർ നമുക്ക് ഹൈഡ്രേഷൻ നൽകുന്ന ഉൽപ്പന്നമാണ്. UVA റേസിൽ നിന്നും UVB റേസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ഹൈ പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ഈ ഉൽപ്പന്നം തരുന്നത്. 450 രൂപയാണ് നമ്മുടെ DP, 600 രൂപയാണ് MRP. നല്ലൊരു വോളിയം 8 സംതിങ് PVയും കൂടെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ ഉൽപ്പന്നത്തിൽ വരുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ പപ്പായ എക്സ്ട്രാക്ട് ഉണ്ട്, ക്യാരറ്റ് റൂട്ട് എക്സ്ട്രാക്ട് ഉണ്ട്, കലണ്ടുല എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തരം ജമന്തിപ്പൂവാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഉൽപ്പന്നത്തിലുള്ളത്. അതുപോലെ തന്നെ എന്താണ്? ഇത് മികച്ച ഒരു എന്താണ് സൺസ്ക്രീൻ ഉൽപ്പന്നമായിട്ട് നമുക്ക് ആർക്കും കൊടുക്കാം. 3 പ്രോഡക്റ്റ് എല്ലാവർക്കും കൊടുക്കാം. അപ്പൊ ഇത് എന്താണ്? ഒരു 8 മണിക്കൂർ സംരക്ഷണം നമുക്ക് നൽകുന്നു. അപ്പൊ SPF 30 PA+++ ഉണ്ട്, SPF 50 PA+++ ഉണ്ട്, SPF 50 വീണ്ടും ബീറ്റ് ദ സൺ എന്ന് പറഞ്ഞ് 48 hours ഹൈഡ്രേഷനിൽ PA++++4+ സൂചിപ്പിക്കുന്നത് എന്തിനാണ്? വെരി ഹൈ പ്രൊട്ടക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ 3 പ്രോഡക്റ്റിലും ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഏതാ യൂസ് ചെയ്യേണ്ടത്? ഈ പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ബീറ്റ് ദ സൺ വിത്ത് 48 hours ഹൈഡ്രേഷൻ ആണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്താണ്? നോൺ സ്റ്റിക്കി ആണ്, നമുക്ക് ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നിനും വളരെ സൂട്ടബിൾ ആണ്. നേരത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ SPF 30 നമ്മൾ ഓയിലിക്ക് റെക്കമെൻഡ് ചെയ്യുമായിരുന്നു, SPF 50 ഡ്രൈ സ്കിന്നിനായിരുന്നു. പക്ഷെ ഈ ഉൽപ്പന്നം നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. 48 hours ഹൈഡ്രേഷൻ ഉണ്ട്, കലണ്ടുല എക്സ്ട്രാക്ട്, ക്യാരറ്റ് റൂട്ട് എക്സ്ട്രാക്ട്, അതുപോലെ തന്നെ എന്താണ്? പപ്പായ എക്സ്ട്രാക്ട്. ഇതെല്ലാം സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ കുറച്ച് സണ്ണിന്റെ UV റേസിൽ നിന്ന് നമുക്ക് നല്ലൊരു സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ ബാരിയർ ആയിട്ട് പ്രവർത്തിക്കുന്ന മാഡം ഒരു സംശയം, ഉൽപ്പന്നങ്ങളാണ്. സമയം തീരാൻ പോകല്ലേ? ഓക്കെ, അപ്പൊ ഈ സമയം കഴിയാറായി. എന്തെങ്കിലും ഇതിലെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മാഡം ഇത് നമ്മള് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണോ? മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അതിന് നല്ലൊരു ചോദ്യമാണ് മോയ്സ്ചറൈസർ സാറേ. അപ്ലൈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് വേണം സൺ പ്രൊട്ടക്ഷൻ ക്രീമുകൾ യൂസ് ചെയ്യാനായിട്ട്. അതേസമയം എണ്ണമയമുള്ള ആളുകൾക്ക് അത്ര നിർബന്ധമില്ല, എന്നാലും യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. നമ്മുടെ ഫെയർനെസ് ജെല്ലിലുള്ളതെന്ന് പറഞ്ഞാൽ SPF 14 ആണ്. അപ്പൊ അതിന്റെ കൂടെ വെയിലത്ത് തീർച്ചയായിട്ടും ഇറങ്ങേണ്ട ഒരാളിന് എന്ത് ചെയ്യാം? വീണ്ടും നമ്മുടെ SPF പ്രോഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യാം. മനസ്സിലായോ? ഫെയർനെസ് ജെല്ലിൽ അതിന്റെ SPF കൂട്ടത്തിൽ ഉണ്ട് മറ്റെന്തെങ്കിലും ക്രീം ഓൾറെഡി. ഉപയോഗിക്കാവോ? അപ്പൊ ഫോർ എക്സാമ്പിൾ സാറിപ്പോ ഫെയർനെസ് ക്രീം പുറത്തോട്ട് ഉപയോഗിക്കുന്ന പോകുന്ന ഒരു ആളാണെങ്കിൽ എന്ത് വ്യക്തിയാണെങ്കിൽ ചെയ്യാം? ഈ SPF-ഉം കൂടെ നമുക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫെയർനെസ് ക്രീം 3 ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റുകളാണ്. വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊട്ടക്ഷന് അതും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും യൂസ് ചെയ്യണം. 20 മിനിറ്റ് മുമ്പേ നമ്മൾ പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുന്നേ ഒരു SPF പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യണം. നമ്മൾ വീണ്ടും തീർച്ചയായിട്ടും വെയിലത്ത് തന്നെ പണിയെടുക്കുന്നവരാണെങ്കിൽ വീണ്ടും റീഅപ്ലൈ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യണം. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ മറ്റെന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്യാവോ? പ്ലസ് ഒക്കെ മനസ്സിലായല്ലോ. 4+ വന്നാല് വളരെ ഹൈ പ്രൊട്ടക്ഷൻ വേണം. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഒരു സംശയം, നമ്മളെ മാഡം പിന്നെ ഈ ക്ലൻസിങ്ങും ടോണിങ്ങും കഴിഞ്ഞിട്ട് BB ക്രീം ഇട്ടിട്ടാണോ ഇത് ഉപയോഗിക്കേണ്ടത്? എങ്ങനെ? ഒരിക്കലും അല്ല. BB അങ്ങനെയല്ലേ? ക്രീമിൽ SPF 20 ഉണ്ട്. ക്ലെൻസിങ്ങും ടോണിങ്ങും കഴിഞ്ഞ് നമുക്ക് മോയ്സ്ചറൈസിങ് വേണം. മോയ്സ്ചറൈസിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൊട്ടക്ഷനിലോട്ട് പോണത്. അതിനിടയ്ക്ക് ഒരു T ഉണ്ട്, CTTMP എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ്, ടോണിങ്, ട്രീറ്റ്മെന്റ് വല്ലതും വേണമെങ്കിൽ അത് കൊടുക്കുക. അപ്പൊ ട്രീറ്റ്മെന്റ് മോയ്സ്ചറൈസിങ് നമുക്ക് ഒറ്റ പ്രോഡക്റ്റ് തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഒരു ഫെയർനെസ് ജെല്ല് നമ്മൾ ഇടുന്നു, അപ്പോഴെന്താണ്? അത് ട്രീറ്റ്മെന്റ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതിൽ മോയ്സ്ചറൈസേഷനും ഉണ്ട്, SPF ഉണ്ട്. അതുകൊണ്ടാണ്
ഒരുമിച്ച് തന്നെ ഉള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനിക്ക് ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ ഉൽപ്പന്നം എല്ലാവർക്കും യൂസ് ചെയ്യാം, മോയ്സ്ചറൈസർ ഇട്ടിട്ട് തന്നെ യൂസ് ചെയ്യാം. അത് നമ്മൾ പറയുന്നുണ്ട് ഓരോ സ്കിന്നിന് എന്ത് ഫെയർനെസ് ജെൽ മോയ്സ്ചറൈസർ എന്ന് ആണ്. പറയുമ്പോൾ ഓയിലി സ്കിന്നിനല്ലേ? അതെ, ഓയിലി അല്ല, കോമ്പിനേഷന് ഫെയർനെസ് ജെൽ എന്ന്